ആരും ഓടിപ്പോയല്ലേ കേട്ടോ. ഇന്ന് പുണ്യ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഒരത്ഭുത ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ ദിക്ർ നിങ്ങളൊന്ന് ചൊല്ലിയാൽ നിങ്ങളുടെ ലൈഫ് കളറാവും, നിങ്ങളുടെ ലൈഫ് മാറി മറിയും ഉറപ്പാൻ. ഏതാണ് ദിക്ർ എന്നറിയോ? അത് നമ്മൾ റമദാനിലെ ആദ്യ 10 ചൊല്ലുന്നൊരു ദിക്റാ. പക്ഷെ അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ടോ? എന്താ കിട്ടാത്തത്? ഏതാണ് ദിക്ർ? ഏതാണ്? അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, എന്നിൽ നീ കരുണ ചെയ്യണേ ചമ്പുരാനെ. കരുണ ചെയ്യുന്നവരിൽ വെച്ച് അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനായ അല്ലാ. പക്ഷെ അത് ഫലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടിപ്സ് പറഞ്ഞു തരട്ടെ. ഒന്നെന്താണെന്നറിയോ? നമ്മൾ എന്താണ് അള്ളാഹുനോട് ചോദിക്കണത്? പടച്ചോന്റെ കാരുണ്യാണല്ലേ. അപ്പൊ അള്ളാഹു റബ്ബുൽ ആലമീന്റെ ഭാഗത്ത് നമുക്ക് കരുണ വേണം. എന്നാൽ നമ്മൾ അള്ളാഹിനോട് ചെയ്തതോ ഒരുപാട് തെറ്റുകളാണ്, ഒരുപാട് പാപങ്ങൾ, കയ്യും കണക്കില്ലാത്ത പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും പടച്ചോനെ നീ പുറത്ത് തന്നെ അല്ല, നീ കരുണ ചെയ്യണേ അല്ല എന്ന് പറഞ്ഞാൽ അള്ള പുറത്തു തരും. അപ്പൊ ഈ സ്വഭാവം നമ്മിൽ ഉണ്ടാകണം. ഈ ദുആ അല്ലാഹു സ്വീകരിക്കും. ഏത് സ്വഭാവം? അയൽക്കാര് നമ്മളെ ചിലപ്പോൾ ഇടങ്ങേറാക്കിയിട്ടുണ്ടാവും അല്ലേ. കുടുംബക്കാരിൽ ചിലപ്പോൾ മൂത്താപ്പ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, കൊച്ചാപ്പായിട്ട് പ്രശ്നം ഉണ്ടാവും, മൂത്തുമായിട്ട് പ്രശ്നം ഉണ്ടാവും, സഹോദരങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാവും. എടോ, എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ട്, ഞാൻ പുറത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ അങ്ങ് പുറത്തു കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ അങ്ങ് കരുണ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം തരും. ഈ കാര്യമാണ് ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ എത്ര കരഞ്ഞിട്ടും പടച്ചോനെ കരുണ്യം തരണേ എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ സംഗതി ഉണ്ടാകണം. രണ്ടാമത് എന്താണെന്നറിയോ? ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടെയാണ് അല്ലേ. പുണ്യ റമദാനിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ് മറ്റൊരു മനുഷ്യന് കരുണ ചെയ്തു കൊടുക്കുക, സ്വതക്കയിലൂടെ എന്ന് പറയുന്നത്. അപ്പോൾ പാവപ്പെട്ടൊരു മനുഷ്യൻ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇത് ഞാനുണ്ടാക്കിയ പൈസയൊന്നുമല്ല, എൻ്റെ റബ്ബിൻ്റെതാണ്. ആ ബോധ്യത്തിൽ നല്ലൊരു ഹദിയ അവർക്കും കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു സ്വതക്ക കൊടുക്കുക. എന്നിട്ട് അള്ളാഹിനോട് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, നീ കരുണ ചെയ്യണ തമ്പുരാനെ, നിന്റെ കാരുണ്യമല്ലാതെ എന്നിലൊന്നുമില്ലല്ലാ. മൂന്നാമത് നമ്മൾ ചെയ്യാനുള്ളത് ഈ വീഡിയോ മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാളെങ്കിലും നിങ്ങൾ കാണിച്ച വഴിയിലൂടെ ഇപ്രകാരം ചെയ്താൽ ആദ്യം അതിന്റെ ഫലം ലഭിക്കുന്നത് ആർക്കാ? നമുക്ക് തന്നെയാണ്. അപ്പോൾ ഈ ദിക്ർ കൊണ്ട് ഫലം ലഭിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ മുഴുവൻ ഈ 3 സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്തൊക്കെ ലൈഫ് കളറാവും. അല്ലാഹു സ്വീകരിക്കും.